السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പഠന ക്ലാസ്സിൽ ഈമാൻ കാര്യങ്ങൾ എന്ന വിഷയത്തിലെ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിലെ ചില ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിന് തുടർന്ന് വരുന്ന ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതാണ് ഈമാൻ കാര്യത്തിലെ ഒന്നാമത്തെ കാര്യം. അൻ തുഅ്മിന ബില്ലാഹി, നീ അള്ളാഹുവിൽ ഈമാൻ വിശ്വാസം കൊള്ളുക എന്നതാണ്. വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും ഹദീസുകളിലും ഇതിൻ്റെ പല ഭാഗങ്ങളും പല രീതിയിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. നമ്മൾക്ക് മനസ്സിലാകുന്ന പഠിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പം അത്രയേറെ പ്രാധാന്യത്തിൽ പറയുന്ന അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന ആ കാര്യത്തിൽ ഒരു സംശയമില്ലാത്ത വിധം നമുക്ക് കാര്യങ്ങൾ ക്ലിയറായി കൃത്യമായി പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഭാഗങ്ങൾ ആ രീതിയിൽ ഇങ്ങനെ ചർച്ച ചെയ്തു പോകുന്നത്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസം ഉണ്ടാക്കുന്ന, അള്ളാഹുവിലുള്ള വിശ്വാസം ഉണ്ടാക്കുന്ന ചില സ്വാധീനങ്ങൾ സംബന്ധിച്ചാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പരാമർശിച്ചു പോകുന്നത്. വിശ്വാസം എന്ന കാര്യത്തെപ്പറ്റി, വിശ്വാസം എന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. വിശ്വാസം എന്നതിനെ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഈമാൻ എന്നാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി. അത് നമ്മളതിന് അങ്ങനെയാണ് അർത്ഥം പറയുക. സാധാരണ ഈമാൻ, മുഅ്മിൻ എന്നൊക്കെയാണ് പറയാം. നല്ല സത്യവിശ്വാസി എന്ന് പറയും. ഈ ഈമാൻ എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ മുഅ്മിൻ എന്ന വാക്ക് വിശുദ്ധ ഖുർആനിൽ അതിന്റെ ഭാഷാപരമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നതിന് പുറമെ അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്ന ആശയത്തിൽ ആ വാക്ക് ഉപയോഗിക്കും. അമ്ന് പറഞ്ഞാൽ നിർഭയത്വം. അപ്പൊ ആ ആശയം ഭാഷാപരമായിട്ട് അങ്ങനെയാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ആ നിർഭയത്വം എന്ന് പറയുന്ന സംഗതി ഒരാൾ മുഅ്മിനാകുന്നതിന്റെ ഫലമായിട്ട് ആൾക്ക് കിട്ടുകയും ചെയ്യും. ഇത് രണ്ടും ഒന്നിച്ചാണ്. ഭാഷാപരമായിട്ടുള്ള ആ വാക്കർത്ഥവും സാങ്കേതികമായിട്ട് നമ്മൾ വിശ്വാസം എന്ന് പറയുന്ന ആ വാക്കും തമ്മിൽ ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഈമാൻ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അയാൾക്ക് വിശ്വാസം ഉണ്ട്. അതിന്റെ ഫലമായിട്ട് അയാളുടെ ജീവിതത്തിൽ നിർഭയനായിരിക്കും അയാളെന്നാണ്. നിർഭയത്വം എന്നാണ് ആ വാക്കിന്റെ അടിസ്ഥാന ആശയം, അടിസ്ഥാന അർത്ഥം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചെറിയ സൂറത്തുണ്ട്, ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫലിയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അവിടെ വാക്ക് നമുക്കറിയുന്ന ആമനഹും മിൻ ഖൗഫ്. ആമന ഈമാൻ ഉണ്ടായി എന്നർത്ഥത്തിലല്ല. ആമനഹും മിൻ ഖൗഫ് പറഞ്ഞാൽ ഖുറൈശികളെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞെടുത്ത് അവർക്ക് ചെയ്തു കൊടുത്തൊരു അനുഗ്രഹം പറയുന്നത് ഭയത്തിൽ നിന്ന് നിർഭയത്വം നൽകിയെന്ന. ആമന പറഞ്ഞാൽ അവിടെ നിർഭയത്വം എന്നാണ് അർത്ഥം. ഈമാൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് വിശ്വാസം എന്നുള്ള അർത്ഥത്തില്ല. ആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് നിർഭയത്വം നൽകി. ഖുറൈശികൾക്ക് അങ്ങനെ നിർഭയത്വം അള്ളാഹു അവിടെ നൽകിയിരുന്നു. കാരണം ഖുറൈശികളാണ് കഅബയുടെ അധികാരികളായിട്ട് നിന്നിരുന്നത്, അതിന് മുത്തവല്ലികളായിട്ട് നിന്നിരുന്ന ആൾക്കാർ അവരാണ്. അവർക്കവിടെ സ്വാധീനം അധികാരമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കച്ചവട യാത്രകൾക്കെല്ലാം സൗകര്യമായിരുന്നു. ആ കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നിടത്ത് ആമന എന്ന വാക്ക് ഉപയോഗിച്ചത് നിർഭയത്വം എന്നാണ് അതിനർത്ഥം. ഇനി നമ്മൾ വിശ്വാസം
എന്ന് പറയുമ്പോൾ തന്നെ രണ്ടർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കലുണ്ട് വിശ്വാസം. മലയാളത്തിൽ അതേമാതിരി അറബിയിൽ ഉപയോഗിക്കും. രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മൾ ഈ പറയുന്ന യഥാർത്ഥ ഈമാൻ വിശ്വാസം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. അള്ളാഹുള്ള വിശ്വാസം, മലക്കുള്ള വിശ്വാസം. അതല്ലാതെ നമ്മൾ സാധാരണ ജീവിതത്തിൽ എനിക്ക് എന്നെ വിശ്വാസമല്ല, എനിക്ക് നിന്നെ വിശ്വാസമില്ല എന്ന് പറയാറുണ്ടല്ലോ. അത് വിശ്വാസം എന്നുള്ള വാക്ക്, അതിന് അറബിയിൽ ഈമാൻ തന്നെ ഉപയോഗിക്കുക. അതേ വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് എന്നെ വിശ്വാസമില്ല പറഞ്ഞാൽ ഈമാൻ ഇല്ലാന്ന അർത്ഥത്തിലല്ലോ. ഈമാൻ എന്ന് പറയുമ്പോൾ വേറെ സാങ്കേതികമായ വേറെ അർത്ഥം ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ആ വാക്ക് തന്നെയാണ് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പോലെ അറബിയിൽ ഉപയോഗിക്കാം. ഇപ്പൊ യൂസുഫ് നബിന്റെ കഥ പറയുന്നത് സൂറത്ത് യൂസുഫില്, ആ സൂറത്തില് യൂസുഫ് നബിയെ അദ്ദേഹം കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിവരം സഹോദരന്മാർ അദ്ദേഹത്തോടുള്ള അസൂയ മൂത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു പൊട്ടക്കിണറ്റിലിട്ടു. എന്നിട്ട് അവർ വന്നിട്ട് ബാപ്പാനോട് ന്യായം പറഞ്ഞു. ചെന്നായ പിടിച്ചതാണ്. ബാപ്പാന്റെ തന്നെ വീണ് കിട്ടിയ ന്യായമായിരുന്നു അവർക്ക്. ചെന്നായ പിടിക്കൂട്ടോ എന്ന് പറഞ്ഞു. എന്നെ പറഞ്ഞു ഒരു പോയിക്കാണ്ട് ചെന്നായ പിടിച്ചു പറഞ്ഞു. അതൊരു കളവാണ് അവർ പറഞ്ഞത്. അവർ ബിദമിൻ കെദിബിൻ, കള്ള രക്തം പുരട്ടി കുപ്പായ കൊണ്ടുവന്നിട്ട് ബാപ്പ കാണിച്ച ചെന്നായ പിടിച്ചതിന്റെ അടയാളം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവരതിന്റെ കൂടെ പറയുന്നൊരു വാക്കുണ്ട്, ബാപ്പാണ്ട് പറയുന്നതാണ് മക്കള്, ഞങ്ങൾ നേര് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂല. മുഅ്മിനില്ല, നിങ്ങൾ മുഅ്മിനല്ല, വിശ്വസിക്കുന്ന ആളല്ല. വലൗ കുന്നാ സ്വാദിഖീൻ, ഞങ്ങൾ നേര് പറഞ്ഞാൽ തന്നെ. അവിടെ മുഅ്മിൻ എന്നുള്ള വാക്ക ഉപയോഗിച്ച്. ആ മുഅ്മിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞ സാങ്കേതിക അർത്ഥത്തിലുള്ള ഈമാൻ എന്നുള്ള അർത്ഥത്തിലല്ല. മറിച്ച് ഞങ്ങൾ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കൂല. നമ്മളൊക്കെ പറയലുണ്ടോ, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂല അറിയലുണ്ടല്ലോ എന്ന മാതിരി തന്നെയാണ് അവരും പറയുന്നത്. അപ്പൊ അതൊക്കെ ഈ ഭാഷയിൽ ആ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ അർത്ഥം ഭാഷാപരമായ അമ്ന്, നിർഭയത്വം എന്ന ആശയം ഈമാന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ്. അതാണ് അള്ളാഹുള്ള വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വിശ്വാസി നിർഭയനായിരിക്കും എന്നുള്ളതാണ്. അത്രത്തോളം നിർഭയത്വവും സമാധാനവും അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ഭൂമുഖത്തുണ്ടാവില്ല. ശരിക്കും ഈമാനുള്ള ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന നിർഭയത്വം അവാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയാത്ത വിധം അപ്പുറം നിൽക്കുന്ന ഒരാശയാണ് ഈമാൻ അനുഭവിക്കുന്ന, ഈമാനുള്ള ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന നിർവൃതിയും അയാളുടെ നിർഭയത്വം ഒക്കെ. അപ്പൊ അതില് ഖുർആനിൽ വന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയാം. ഈ രണ്ട് തരത്തിലുള്ള നിർഭയത്വമുണ്ട്. ഒന്ന് ഗൈബിയായ ഒരു പേടി ഒൽക്കുണ്ടാവില്ല, അല്ലാത്തവരെ ആണ് ഒരു ഭാഗം. അതാണ് ഏറ്റവും പ്രധാനം. ഗൈബിയായ രീതിയിലുള്ള ഒരു ഭയം, പേടി അള്ളാഹു അല്ലാത്ത ആരെയും അവർക്കുണ്ടാവില്ല. ജിന്നിനെ, ചെറുത്താനെ, പ്രേതത്തിനെ, ഭൂതത്തിനെ, അല്ലെ അങ്ങനെ കുറെ എണ്ണുന്നൊരു ഭാഗം നമുക്ക് വിശദീകരിക്കാം. അതല്ലാതെ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾക്ക് മനുഷ്യനൊക്കെ ഉണ്ടാവും ഓരോതരം പ്രതിസന്ധി പ്രശ്നങ്ങളൊക്കെ. അതിൻ്റെ മുമ്പിൽ പോയൊരു ഭയാശങ്ക എന്ന് നമ്മൾ പറയുന്നത്, അങ്ങനെയുള്ള ഭയാശങ്ക ഉണ്ടാവില്ല. അങ്ങനെ വന്നപ്പോൾ എന്തായി പോകുന്നുള്ള പേടി ഉണ്ടല്ലോ, ആ പേടി അവർക്ക് ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകാം. അതിലും താരതമ്യേനെ ഈമാനുള്ള ആളുകൾക്ക് ഭയാശങ്ക കുറഞ്ഞിരിക്കുമെന്നുള്ളതാണ്. ആ പേടി ഒരു ഹറാമല്ല, ശിർക്കുമല്ല, കുറ്റമല്ല, ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഈമാന്റെ ബലം കൊണ്ട് അവർക്ക് ആ ഭയാശങ്ക എന്ന് പറയും, ഭയാശങ്ക താരതമ്യേന കുറഞ്ഞിരിക്കുമെന്നാണ് അവരുടെ പ്രത്യേകത. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. പല പ്രശ്നങ്ങളിലും ഈമാൻ ഉള്ള ആളുകൾക്ക് പ്രതിസന്ധികളുടെ മുമ്പിൽ ഇങ്ങനെ ഒലഞ്ഞു പോവാതെ, ഞെട്ടി വിറച്ചു പോവാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് കിട്ടും. അത് ഈമാന്റെ ശക്തിയാണ്. ആ കരുത്ത് മനസ്സിന് നൽകുന്നത് ഈമാനാണ്. ആ ഈമാന്റെ ആ ശക്തി അമ്ന്, നിർഭയത്വം എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ഈമാനുള്ള ആളുകൾക്ക് ഉണ്ടാവും. ഇപ്പൊ ഏതെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുള്ള ജീവിതത്തിൽ, മരണം, പ്രയാസങ്ങളൊക്കെ വരും, എന്നാലും പിടിച്ചു നിൽക്കും. ആ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് കിട്ടുന്നത് ഈമാൻ കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ പ്രതിസന്ധികളിലെ ഒരു ഉദാഹരണം ഖുർആൻ എടുത്തു പറഞ്ഞൊരു ഉദാഹരണം നോക്കി നിങ്ങൾ. ഈ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവ ചക്രവർത്തി ഫിറോൻ, എല്ലാവർക്കും അറിയാം. അതൊക്കെ ഫിറോവിന്റെ കാലത്ത് അദ്ദേഹം ഈ
അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ ജനത അവിടെ വന്നത് മറ്റു സ്ഥലത്ത് നിന്ന് വന്നാണ് കണ്ട് കുറെ ചരിത്രം പിന്നിലുണ്ട്. ഇസ്രായേലിയർ അദ്ദേഹം ഈ ഫറോവ ഭരണാധികാരികൾ അടിമകളാക്കി വെച്ചു. അപ്പൊ അവരിങ്ങനെ വളർന്ന് വികസിച്ച് വരുന്നത് കാണുമ്പോൾ ഫിറോവിന് പേടിണ്ടായിരുന്നു. ആൾബലം കൂടി വരിക, സംഖ്യ കൂടി വന്ന അധികാരക്ക് കൈമാറി പോകുന്നുള്ള പേടിണ്ടായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അദ്ദേഹം ഈ ഭരണാധികാരി ഒരു നിയമം പാസാക്കി, ഇസ്രായേലിൽ ജനിക്കുന്ന ആൺകുട്ടികളെയൊക്കെ കൊന്നുകളയണം. ഒരു നിയമമാണത്. ദൈവികമായിട്ട് തനിക്ക് കിട്ടിയതാണ് അധികാരം എന്നായിരുന്നു ഫിറോവും പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന സംഗതികളാ. ദൈവികമായിട്ട് കിട്ടിയാണെന്ന് പറയാം, ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല. ആ രീതിയിൽ ഫിറോൻ പ്രചരിപ്പിച്ചിരുന്നു. അവരെ അടിമവേലക്ക് ഉപയോഗിച്ചിരുന്നതാണ് ഇസ്രായേലിയരെ. അവരെ അനധികൃതമായിട്ട് അവിടെ വന്നതായിരുന്നു എന്നാണ് ഫിറോന്റെ വാദം. മറ്റു രാജ്യത്ത് നിന്ന് വന്നായിരുന്നവര്, യൂസുഫ് നബിന്റെ കാലത്ത് വന്ന. അങ്ങനെ അവരെ പീഡിപ്പിച്ചു, കഷ്ടപ്പെടുത്തി. അങ്ങനെ കൊല്ലാനുള്ള കൽപ്പന ഇട്ടു. ആൺകുട്ടികളൊക്കെ ഭരണാധികാരിയുടെ നിർദ്ദേശാനുസരണം പട്ടാളം പോയിട്ട് കൊല്ലാൻ തുടങ്ങി. അപ്പൊ അവർക്ക് പിന്നെയും ഭയം ഉണ്ടായി. ഇസ്രായേലിയരെ മുഴുവൻ അങ്ങനെ കൊന്നു നിർത്താൻ, ആൺകുട്ടികളെ മുഴുവൻ കൊന്നു നിർത്താൽ ആരോഗ്യമുള്ള ആൾക്കാർ ജോലി ചെയ്യാൻ പിന്നെ ആളുണ്ടാവില്ല. പിന്നെ നമ്മളെന്നെ ജോലി ചെയ്യേണ്ടി വരും. അടിമകളാക്കി വെച്ചാൽ കൊന്നു നിർത്താൻ പിന്നെ ജോലിക്ക് വരന്നെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ പിന്നെ പ്രശ്നമായി. അപ്പൊ ഒന്നിടവിട്ട കൊല്ലങ്ങളിൽ കൊല്ലണം നിർദ്ദേശം നൽകി. അതിലാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ജനിക്കുന്നത്. അള്ളാഹുവിന്റെ രീതി അങ്ങനെയാണല്ലോ, അതിനൊക്കെ മറികടന്ന് പോവും. ഏത് കുതന്ത്രത്തിന്റെയും ഉള്ളിലൂടെ പോവും. മൂസാ നബി ജനിച്ചപ്പോൾ മൂസാ നബിന്റെ ഉമ്മാക്ക് വലിയ ഭയമായി. കാരണം കുഞ്ഞിനെ പിടിച്ചു കൊല്ലും. അപ്പൊ അള്ളാഹു അവർക്ക് ഔഹൈനാ ഇലാ ഉമ്മി മൂസാ നർളീഹി, അള്ളാഹ് പറയുന്നു, നോക്ക് നിങ്ങൾ, മൂസാ നബിന്റെ ഉമ്മാക്ക് നാം വഹി നൽകിയെന്നാ പറഞ്ഞു. വഹി അറിയാൻ ബോധനം നൽകിയെന്നർത്ഥം. മനസ്സിൽ തോന്നിപ്പിച്ചു കുഞ്ഞിന് മുല കൊടുക്കാൻ. ഫൈദാ ഖിഫ്തി അലൈഹി ഫൽഖിഹി ഫിൽ യമ്മി, അവന്റെ കാര്യത്തിൽ നിനക്ക് ഭയം ഉണ്ടെങ്കിൽ, ആശങ്കയുണ്ടെങ്കിൽ ആ നൈൽ നദിയിൽ ഒഴുക്കിയേക്ക്. വലാ തഖാഫി വലാ തഹ്സനി, എന്റെ അള്ളാഹ് പറയുന്നത്, നീ ഉമ്മാനോടാ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ദുഃഖിക്കുകയും വേണ്ട. കുഞ്ഞിനെ നദിയിൽ ഒഴുക്കിയേക്ക്, ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട. വൈന ജായിലുഹു മിനൽ മുർസലീൻ വൈന റാദുഹു ഇലൈക വൈന ജായിലുഹു മിനൽ, അവനെ നിന്റെ അടുക്കിലേക്ക് തന്നെ നാം തിരിച്ചു തരും, മുർസലുകളുടെ കൂട്ടത്തിൽ, പ്രവാചകൻ നബിമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇവിടെ ദുഃഖിക്കുകയും ഭയപ്പെടുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു മൂസാ നബിന്റെ ഉമ്മാനെ സമാധാനിപ്പിക്കുന്നു, മനസ്സിൽ ആ തോന്നലുണ്ടാക്കി കൊടുത്തു. അങ്ങനെ നല്ല ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ പെറ്റ ഉമ്മ തന്റെ കുഞ്ഞിനെ വട്ടിയിലാക്കി നദിയിലാണ്ട് ഒഴുക്കുകയാണ്. സഹോദരനെ കൂടെ വിടാൻ പറയുന്നുണ്ട്. ഒക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ബൈബിളിൽ ആ കഥയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിട്ടു. നോക്കി ഫറോവന്റെ കൊട്ടാരത്തിലെത്തി, തിരിച്ചു കിട്ടി. എന്നിട്ട് ഖുർആൻ അതിനെപ്പറ്റി പറയുന്നത്, വഅസ്ബഹ ഫുആദു ഉമ്മി മൂസാ ഫാരിഗൻ, അതോടുകൂടി ഉമ്മാന്റെ മനസ്സിൽ നിന്ന് മറ്റു ചിന്തകളൊക്കെ പോയി. അള്ളാഹുവിന്റെ ആ ബോധനം അവർക്ക് കിട്ടിയപ്പോ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോണ്ടാണ് ആ ബേജാറെന്നൊക്കെ ഉമ്മ രക്ഷപ്പെട്ടു വന്ന് എന്നിട്ട് അവരുടെ മനസ്സ് നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ അള്ളാഹ് പറയാണ്, അവര് മുഅ്മിനുകളുടെ ആ കൂട്ടത്തിലായിട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് ആ ചിന്തയൊന്നും വരില്ലായിരുന്നു. തുടർന്ന് അങ്ങനെ പറയുന്നുണ്ട്. ആശയം ഇതാണ്, മൂസാ നബി അലൈഹി ഇസ്ലാമയെ നദിയിൽ ഒഴുക്കാൻ പറഞ്ഞപ്പോൾ ആ ഉമ്മാക്ക് ഭയമില്ലാതെ, ആശങ്കയൊന്നുമില്ലാതെ, ദുഃഖവുമില്ലാതെ പിടിച്ചു നിർത്തിയത് അള്ളാഹു അവരുടെ മനസ്സിൽ ഈമാൻ, നിർഭയത്വം നൽകിയത് കൊണ്ടാണ്. അതൊരു ഭാഗമാണ് ഈമാന്റെ. അത്തരം പ്രതിസന്ധികളിലൊക്കെ രക്ഷപ്പെടാനും സമാധാനമായിട്ട് നിൽക്കാനും കഴിയും. പേടിണ്ടാവും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും അതിന്റെ മീതെ നിൽക്കുന്ന ഒരു ധൈര്യം, ആത്മധൈര്യം ഈമാന്റെ ഭാഗമായിട്ട് കിട്ടുന്നു എന്നുള്ളത്, ഈമാൻ അള്ളാഹുള്ള വിശ്വാസം കൊണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു സംഭവമാണ് ഈ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു സംഭവം. രണ്ടുപേരും ആ സൗർ ഗുഹയിൽ ഒളിച്ചിരുന്ന സംഭവം, ഒളിച്ചോടുകയാണ്. നല്ല പേടിയുണ്ട്, പിടിച്ചാൽ കൊല്ലും. 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട് പിടിച്ചുകൊണ്ടിരുന്നവർക്ക് നബിയെ. അബൂബക്കറാണ് കൂടെ ഉള്ളത്. അവിടെ വെച്ച് അവർക്ക് രണ്ടാക്കും ആ ഗുഹയിൽ നിൽക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു പേടിയായി. പേടി പറഞ്ഞാൽ സ്വാഭാവികമാണ്. ആളുകൾ നബിനെ പിടിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിന്ന് നബിനെ കൊല്ലും, തന്റെ മുമ്പിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കൊല്ലും. അത് അബൂബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു ആ ആശങ്ക റസൂലിനെ അറിയിച്ചു. നബി അവരെങ്ങാനും ഇങ്ങോട്ട് വന്നു നോക്കിയാൽ, അവിടെ വന്ന ആള് നിന്നല്ലോ മുന്നില്, അപ്പൊ എങ്ങാനും ഇങ്ങോട്ട് നോക്കി നമ്മളെ കണ്ടാലോ? അപ്പൊ റസൂല് പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഒരു ദുഃഖവും വേണ്ട, ഒരു ഭയം ഒന്നും വേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. റസൂൽ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഈ രണ്ടുപേര് ഇരിക്കുന്നിടത്ത് വല്ലാഹു സാലിസുഹുമാന, മൂന്നാമനായിട്ട് ഇവിടെ അള്ളാഹു ഉണ്ടല്ലോ, പിന്നെ എന്ത് പേടിക്കാനാണെന്ന? നമ്മൾ രണ്ടാൾ മാത്രമല്ല ഇവിടെ ഉള്ളത്, മൂന്നാമനായിട്ട് അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ട്. ആ അള്ളാഹു നമ്മളുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾക്ക് എന്തിനു പേടിക്കണം? ഇതാണ് ഈമാൻ. ആ ഈമാൻ നൽകുന്ന കരുത്താണത്, അതിന്റെ ഒരു ധൈര്യമാണത്, മനഃശക്തി ഈമാൻ കൊണ്ട് കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആനിലും ഹദീസിലും പറയുന്നുണ്ട്. ഇനി മറ്റൊരു സംഗതി, ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ ആശങ്കകളുടെ മേഖലകളുണ്ട്. ഒന്ന് പൊതുവെ മനുഷ്യന്മാരൊക്കെ ഈ ഭയപ്പെട്ട് ആശങ്കിച്ച് നിൽക്കുന്ന ഒരു വിഷയമാണ് ഈ ജീവിതത്തിൽ അന്നം, ഭക്ഷണം കിട്ടുക. അത് കിട്ടാതായി പോകുന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടാവും. ഒരു ജോലി കിട്ടണം, വരുമാനം ഉണ്ടാവണം, ഉപജീവനം കഴിഞ്ഞു പോകണം. ഇതൊരാവശ്യമാണ്, വളരെ പ്രാഥമികമായ ഒരു ആവശ്യമാണ്, മനുഷ്യന്റെ നടന്നു പോകേണ്ട ഒരു ആവശ്യമാണത്. ആ സംഗതി എങ്ങാനും നടക്കൂലേ, ജോലി കിട്ടൂലേ, അല്ലെങ്കിൽ അവിടെ പോയാൽ അങ്ങനെ ആയി പോവോ, അങ്ങനെ ഭയങ്കര ഭയാശങ്കയാണ്. അതുണ്ടാകും. അതുണ്ടായതിന് എതിരൊന്നും അല്ല മതം. അങ്ങനത്തെ പേടികളൊക്കെ മനുഷ്യന്മാർക്ക് ഉണ്ടാവും. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ ജോലിയൊക്കെ കണ്ടുപിടിച്ച് പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഈമാൻ ഉള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഒരു വിഷയം, നമ്മൾക്ക് അള്ളാഹു നിശ്ചയിച്ചൊരു ഉപജീവനം ഉണ്ടാവുമല്ലോ. നമ്മൾ തേടുന്നത് മാത്രമായിരിക്കൂല, നമ്മൾ കണക്കൂട്ടുന്നത് മാത്രമായിരിക്കില്ല, അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഇതിലുണ്ടാവുമല്ലോ. ഞാൻ മാത്രം ഒന്നുമില്ലാത്തവനായി മാറില്ലല്ലോ. ഈ ലോകത്ത് എല്ലാവർക്കും എല്ലാം ഉണ്ട്, ഒക്കെ അള്ളാഹു കൊടുത്തു തന്നെയാണ്. ആ കൂട്ടത്തിൽ ഈ ഞാൻ മാത്രം ഒന്നുമില്ലാത്തവനായി തീരുവോ? തീരില്ല. പടച്ചോ എനിക്കൊരു വഴി തുറന്നു വെച്ചിട്ടുണ്ടാവും, അവിടേക്ക് എത്തുന്നവരെ യാത്ര ചെയ്യേണ്ടി വരും എന്ന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഒരു മുഅ്മിനായ ആൾക്കുണ്ടാവും. ഇപ്പൊ നമ്മളെ ചില ആളുകൾ കണ്ടിട്ട് പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, കുടുംബം ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു. മുസ്ലിം സമൂഹത്തിന് വളരെ കുറവാണ് അങ്ങനെ സംഭവിക്കുന്നത്. മറ്റു സമൂഹങ്ങളിൽ കാണാം, ഹൈന്ദവ സമൂഹത്തിൽ ധാരാളമായിട്ട് കാണാം അങ്ങനത്തെ സംഗതികളൊക്കെ, അങ്ങനത്തെ റിപ്പോർട്ടാണ് വരിക. അപ്പൊ എന്താ പ്രശ്നം? ജീവിക്കാൻ വകല്ലാതെ ഏതെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടാവും, പിന്നെ അത് എന്താണ് ജപ്തി എന്നൊക്കെ പറയുമ്പോഴേക്ക് ആത്മഹത്യ. വേറെ പരിഹാരമില്ലാന്നാ, അതാണ് പരിഹാരം എന്നാണ് വിചാരം. എന്താ അതിന് കാരണം? ഈമാന്റെ കുറവ് തന്നെ. ഈമാൻ എന്ന് പറഞ്ഞ ഒരു അള്ളാഹുവിൽ പ്രതിസന്ധിയിൽ സഹായം കിട്ടുമെന്ന പ്രതീക്ഷ അല്ലാതെ വരികയാണ്. ഇങ്ങനെ ഏറ്റവും പ്രശ്നം വരുന്നൊരു മേഖലയാണ് ഈ ഉപജീവനത്തിന്റെ വഴിയിൽ പ്രശ്നങ്ങളുണ്ടാവും. അള്ളാഹു ഇതിനെ പറ്റി പറയുന്ന കാര്യങ്ങള്, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. നിങ്ങൾ എത്ര ശക്തമായ ഭാഷയങ്ങള്! തീർച്ചയായും അള്ളാഹു ഹുവർ റസ്സാഖു, അവൻ തന്നെയാണ് റിസ്ക് നൽകുന്നവെന്നാണ്. നമ്മൾ ഉണ്ടാക്കുന്നൊന്നുമല്ല, അവൻ തന്നെയാണ് റിസ്ക്. ഹുവർ റസ്സാഖു, അവൻ തന്നെയാണ് റിസ്ക് നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ, അവൻ ശക്തിയുള്ളവനാണ്, പ്രബലനായ ശക്തനായ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, അവൻ തന്നെയാണ് നൽകുന്നത്. അത് ശരിക്കും മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ ഈമാൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ പ്രശ്നത്തിൽ
ഒരു ഭയാശങ്ക വേണ്ട. എനിക്ക് ധൈര്യമായിട്ട് പോവാം. പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ നേരം വൈകിന്ന് വരും, നേരത്തെ എന്നൊക്കെ വരും. പക്ഷെ എന്നാലും പടച്ചവന്റെ കയ്യിലാണല്ലോ എൻ്റെ ഉപജീവനം എന്നത് ഒരു ആശ്വാസമാണ്. അത് ഈമാന്റെ ഫലമാണ്. ഇനി നിങ്ങൾക്ക് വമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ ഖുർആൻ പറയുന്നതാണ്. ഭൂമിയിൽ ഒരു ജീവിയുമില്ല, അങ്ങനെയാണ് പറയുന്നത്. ഒരു ജീവിയുമില്ല ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ആ ജീവിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള അള്ളാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ പെടാത്തതായിട്ട്. നിങ്ങൾ നോക്കുക, ആ വാക്കിന്റെ അർത്ഥം എന്താ അറിയുങ്ങൾ? ഈ ഭൂമുഖത്ത് കണ്ടു കാണപ്പെട്ടതും കാണാത്തതും അനേകം കോടിക്കണക്കിന് പരകോടി ജീവജാലങ്ങളുണ്ട്. നമ്മളെ മനുഷ്യന്മാരുടെ ലോകമല്ലേ അറിയുള്ളൂ. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉപജീവനം, ഭക്ഷണം നൽകുക എന്നുള്ള അള്ളാന്റെ ഉത്തരവാദിത്തമാണെന്ന. അത് അള്ള ഏറ്റെടുത്തതാ. കൊടുക്കാൻ അള്ളാഹ്ക്ക് ഒരു പ്രശ്നമില്ല. ആ കൂട്ടത്തിൽ ഞാനും പെടും, നമ്മളും പെടും. പിന്നെ എന്തിനാ പേടിക്കണെന്നാ? ഇപ്പൊ നിങ്ങളുണ്ടോ ഈ ജീവികളുടെ ഈ ഭക്ഷണത്തിന്റെ കാര്യം നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നൊരു സംഗതിയാണ്. നമ്മൾ ഈ കിണറ് കുത്തുമ്പോൾ ശ്രദ്ധിച്ചില്ല? കിണറ് കുത്തി ഇങ്ങനെ ഒരു 10-15 മീറ്ററൊക്കെ ഇങ്ങനെ അടിക്ക് ഇങ്ങനെ പോയാൽ കാണാം അതിൻ്റെ ഉള്ളിൽ നിന്നാണ് തവളയും അതുപോലത്തെ ജന്തുക്കളൊക്കെ ഇങ്ങനെ വരുന്നത്. നമ്മൾ അത്ഭുതം, ഇതെങ്ങനെ ഇവിടെ ജീവിച്ചിനി? ഈ ഇത്ര 10-15 മീറ്റർ അടിയിൽ, മണ്ണിന്റെ അടിയിൽ എങ്ങനെ ജീവിച്ചിനി? അവിടെ കുറച്ച് വെള്ളം ഉണ്ടാവും, അവിടെ ജീവിക്കാനുള്ള ഉപ്പൊക്കെ അതിനുണ്ട്. എവിടുന്ന് അതിന് ഭക്ഷണം കിട്ടിന് അവിടെ ഉണ്ടാവുക? അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് അത് അവിടെ ജീവിച്ചു പോണത്? നമുക്കിവിടെ ഭൂമിയുടെ മുകളിൽ കാണുന്ന മാറ്റമല്ലല്ലോ. ഇത് 10-15 മീറ്റർ 10-20 മീറ്റർ അടിയിൽ എവിടെ ഒരു ഉറവുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ജീവികൾ ഇങ്ങനെ ജീവിച്ചു പോവുക. കടുത്ത വരൾച്ച കാരണമായിട്ട് ഈ ആഫ്രിക്കൻ നാടുകളിലൊക്കെ കാണാം അങ്ങനത്തെ സംഭവങ്ങൾ. അതിന്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മത്സ്യങ്ങളൊക്കെ മണ്ണിന്റെ അടിയിൽ പോകുന്നതാണ്. മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കാണാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നു. അവരെന്തായിരുന്നു? അവിടെ ജീവിച്ചു പോവുക. ഒരു പ്രശ്നവുമില്ല. സമുദ്രത്തിന്റെ അഗാധതയിൽ ഏറ്റവും താഴെ ജീവിക്കുന്ന കുറെ പലതരത്തിലുള്ള വർണ്ണങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ട്. പല വർണ്ണങ്ങളിലും കൗതുകം ഉണർത്തുന്ന, ലൈറ്റിങ്ങിന് പിടിപ്പിച്ച് നടക്കുന്ന ഇരുട്ടാണ് അവിടെ ആകെ. ഇരുട്ടിന്റെ മേലെ ഇരുട്ട് എന്നാ ഖുർആൻ പറഞ്ഞു. ആ ഇരുട്ടിൽ അവർക്ക് നടക്കണേ വെളിച്ചം വേണം. ആ വെളിച്ചമൊക്കെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് നടക്കുന്ന കുറേ മത്സ്യങ്ങൾ. അവർക്ക് അവിടെ ഭക്ഷണം കിട്ടുന്നുണ്ട്. ഒറ്റൊന്നും ഭക്ഷണം കിട്ടാതെ ചത്തു പോകുന്നില്ല. ഈ വനാന്തരങ്ങളിലൊക്കെ എത്ര കോടി ജീവികളുടെ കാര്യങ്ങൾ ഈ കാട്ടിനുള്ളിലേക്ക്. മനുഷ്യന്മാർക്ക് സൂര്യൻ ഉദിച്ചാല് വെളിച്ചം തട്ടാത്ത കാടുകളുണ്ട്. ഈ ആമസോൺ കാടുകൾ എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ കാടുകളാണ്. അതിനുള്ളൊക്കെ ജീവികളുണ്ട്. ഒരൊറ്റ ഒന്നുപോലും നമ്മളെ അറിവിൽ ഭക്ഷണം കിട്ടാതെ ചത്തുപോയിട്ടില്ല. നമ്മൾ ഇടപെടുമ്പോൾ, മനുഷ്യന്മാർ ഇടപെടുമ്പോൾ അവിടെ ചത്തുപോകുന്നില്ല. നമ്മൾ കൊണ്ട് വളർത്താൻ തീരുമാനിച്ചാൽ തിന്നാൻ കൊടുക്കാൻ ചത്തുപോകും. അവരങ്ങനെ വിട്ടാൽ ചത്തുപോകില്ല, ഭക്ഷണം കിട്ടാതെ ചത്തുപോകില്ല. അള്ള ഉപജീവനം ഏർപ്പെടുത്താത്ത ഒരു ജീവി ഇല്ല. എന്നൊക്കെ അള്ള ഏർപ്പെടുത്തിയ ഏർപ്പാടാണ്. അവിടെ ഒരു പേടിയാണ്. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ച് അതാണ് ഒരു പേടില്ലാത്തൊരു വിഷയം. അവിടെ ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു വാക്കുകൂടി നമ്മൾ ചേർത്ത് വായിക്കുക. അയ്യുഹന്നാസ് തഖുല്ലാ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ആശയം, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. വാജ്മിലു ഫി ത്വലബി, ഉപജീവനം അന്വേഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് നല്ല രീതി നിങ്ങൾ സ്വീകരിക്കുക. ഹലാലിന്റെ മാത്രം സ്വീകരിക്കുക എന്നർത്ഥം. നോക്കി, ഈ നബിവചനൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കിട്ടുന്ന ആശയമാണ്. ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഉപജീവനം അന്വേഷിക്കുന്ന കാര്യത്തിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള മാർഗം സ്വീകരിക്കുക, ഹറാമൊന്നും ചെയ്യാതെ. ഒരൊറ്റ മനുഷ്യനും അവന് നിശ്ചയിച്ച ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോവില്ല. അതാണ് അള്ളാന്റെ റസൂൽ. നമ്മൾക്ക് നിശ്ചയിച്ച ഭക്ഷണം കഴിക്കാതെ ഇവിടുന്ന് ആരും പോലെ ഒരു ഉരുള മരിക്കുന്നതിന്റെ മുമ്പ് ഇവിടെ ബാക്കിയാക്കിയിട്ട് അത് കഴിക്കാതെ അവൻ പോയല്ലോ എന്ന് പറഞ്ഞ കേസ് ഉണ്ടാവില്ല. അവന് നിശ്ചയിച്ചതാണോ അവൻ കൂടി കഴിച്ചതിന്റെ പിറ്റേന്ന് അവൻ മരിച്ചോളൂ. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നതാണ്? അജ്മിലു ഫി ത്വലബി, നിങ്ങൾ വൃത്തിയായിട്ട് നല്ല നിലക്കുള്ള ഉപജീവനം അന്വേഷിച്ചാൽ മതി എന്ന് പറയാം റസൂല്. ഫൈൻ അബ്തഹ അൻഹ, ചിലപ്പോ 1-2 ദിവസം വൈകിന്ന് വരും, ചിലപ്പോൾ സാവകാശം വേണ്ടി വരും.
എന്നാൽ നിങ്ങൾക്ക് നിശ്ചയിച്ച വിഹിതം ആഹരിക്കാതെ നിങ്ങൾ ഇവിടുന്ന് പോവില്ല. ഫത്തഖുല്ലാ, അങ്ങോട്ട് വീണ്ടും പറയാം, അവിടെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളണം. വാജിബിലു ഫി ത്വലബി, ഭക്ഷണം അന്വേഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും ഭംഗിയുള്ള വൃത്തിയുള്ള ഹലാലായ മാർഗം സ്വീകരിക്കണം. ഖുദൂ മാ ഹല്ല, ഇങ്ങോട്ട് വീണ്ടും പറയാം, നിങ്ങൾക്ക് അനുവദിച്ചത് മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി. വദഉ മാ ഹറുമ, നിങ്ങളോട് നിരോധിച്ചൊക്കെ ഒഴിവാക്കിയാളെ. ആ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഉപജീവനം നന്നാക്കാൻ വേണ്ടി ഹറാമായ മാർഗം തേടി പോകേണ്ടതില്ല. ഹറാമായ മാർഗം തേടണ്ട, നമുക്ക് ഹലാലായ തന്നെ നോക്കിയാൽ മതി. കാരണം എന്താ അറിയോ, നമ്മൾക്ക് നിശ്ചയിച്ച് നമുക്ക് കിട്ടും, നിശ്ചയിക്കാത്ത കിട്ടൂല. നമുക്ക് നിശ്ചയിച്ച ഒരു മണി വറ്റുവിടെ ബാക്കിയാക്കിയിട്ട് ഒരാള് അയ്യടാ ഓൻ്റെ ഊരിട്ടോ എന്ന് പറഞ്ഞിട്ട് പോയല്ലോ, അഞ്ഞി കൊടുക്കാൻ കഴിയില്ല എന്ന് പേജാറേ വേണ്ട. അവൻ്റെ ഒരു മണി വറ്റുണ്ടെങ്കിൽ അതും കൂടി കഴിച്ചിട്ടേ അവൻ പോവുള്ളൂ എന്നാ ആ ഒരു പേജാറാണ്. ഇപ്പൊ ഈ പറഞ്ഞ എന്തിനറികള്, ഈ പറയുന്ന സംഗതി ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിൽ സാധാരണ മനുഷ്യന്മാർക്ക് ആശങ്ക ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് ഈ ഭക്ഷണത്തിന്റെ കാര്യം. അതിലൊരു പേടിക്കണ്ട, അത് അള്ളാഹുവിന്റെ കയ്യിലാണ്. ഈമാൻ നമ്മൾക്ക് ഒരാൾക്ക് പേടി ഉണ്ടാവാ, ഹറാമല്ല, ശിർക്കുമല്ല, പക്ഷെ അതിന്റെ ഒരു ആവശ്യമല്ല, ധൈര്യമായിട്ട് നിൽക്കുക, പടച്ചവൻ തരും എന്നുള്ളത്. ഇനി മറ്റൊരു വിഷയം, അതിൻ്റെ ഇതേമാതിരി ഭയാശങ്ക വരുന്നൊരു വിഷയമാണ് ഈ ആയുസ്സും മരണമൊക്കെ. നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് പേടിയുള്ള വിഷയം. മരിക്കോ, എത്ര ആയുസ് നമ്മൾക്കുള്ള ആർക്കും അറിയില്ല. രണ്ട് നമുക്ക് പേടിയുള്ള വിഷയം. എന്താണ് ഇതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞ തരങ്ങള്? ഖുലിന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഇത് നമ്മുടെ ഈമാനാ. നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും, ഉറപ്പ് പറയുന്നു. എന്തായാലും മരിക്കുമെന്നുള്ളത് 100% ഉറപ്പ്. ഒരു സെക്കൻഡ് പോലും ഖുർആൻ പറഞ്ഞതുപോലെ മുന്തിക്കുകയോ പിന്തിക്കുകയോ ചെയ്യില്ല. നിശ്ചയിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ അവധി എത്തിക്കഴിഞ്ഞാൽ മുന്നോട്ടും പോല പിന്നോട്ടും പോല, ആ സെക്കൻഡിൽ പിടിക്കും. എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ അതിന്റെ വീഡിയോ ക്ലിപ്പിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, പ്രസംഗിച്ചുകൊണ്ട് എടുക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ മൈക്കിന്റെ മുമ്പ് ഇങ്ങനെ തലയാഴ്ച ഇങ്ങനെയാണ് പോയി. ആളുകൾ സാസിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വന്ന് കൈകൊണ്ട് താങ്ങി പിടിച്ചു, അപ്പോഴേക്കും മരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും. അത് അവിടെയാണ് അതിന്റെ അവധി, അവധിയാണ് കഴിഞ്ഞു. ഒരു സെക്കൻഡ് പോവില്ല. പിന്നെന്തിനാ ബേജാറ്? മരിക്കുന്ന ഉറപ്പാണ്, ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. എന്നാലും മരണത്തെ പേടിക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതൊന്നും മതത്തിനെതിരല്ല. ആയിഷ തന്നെ പറയുന്നുണ്ട്, കുല്ലുനാൻ അഖാഫുൽ അൽ മൗത്ത്. നമ്മളൊക്കെ മരണത്തെ പേടിക്കുന്ന ആൾക്കാരല്ല. പിന്നെ അതിനെ പറ്റിയാണോ ഒരായത്തിനെ പറ്റിയുള്ള സംശയം ചോദിച്ച ആയിഷ തന്നെ? അതിനെ പറ്റിയല്ല ആയിഷ എന്ന് നബിയെ പറഞ്ഞു. വേറെ വിശദീകരണം. അപ്പൊ അവിടെയൊക്കെ മനുഷ്യന്മാരെന്നുള്ളവർക്ക് സ്വാഭാവികമായിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതിന്റെ പേരിൽ ഒരു പ്രശ്നവുമില്ല. ഇനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. എവിടെ നിങ്ങളാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും, ആ ഉറപ്പുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് യാതൊരു ബേജാറും അതിന്റെ കാര്യത്തിൽ വേണ്ട. ഉറപ്പായിട്ട് ആ സംഭവം നടക്കും. ആയുസ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ അള്ളാന്റെ ലിസ്റ്റ് നമുക്ക് നിശ്ചയിച്ചൊരവധി ഉണ്ട്. അതുവരെ നമ്മൾ എങ്ങനെയും ജീവിച്ചു പോകും. ഒന്നുകൂടി ആലോചിക്കുക, എന്താണ് പറഞ്ഞത്? നിശ്ചയിച്ച അവധി ഉണ്ട്. ഖുർആൻ പറഞ്ഞ കൃത്യം ഡേറ്റും സെക്കൻഡും ഒക്കെ നിശ്ചയിച്ചവിടെ വെച്ചിട്ട് പഠിച്ചോ, അതുവരെ എങ്ങനെയും ജീവിച്ചു പോകും. ആ അവധി എത്തിയിട്ട് മരിക്കാതെ പോണ പ്രശ്നം ഉണ്ടാവില്ല, മരിക്കും ചെയ്യും, ഉറപ്പായിട്ട് മരിക്കും ചെയ്യും. പിന്നെ എന്തിനാ ബേജാറ്? അതാണ് നമ്മൾക്കുള്ള ധൈര്യം. ഇപ്പൊ പറയുന്നത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. സൂചിപ്പിക്കുന്നത് ഇതാണ്, ഈ ഈമാൻ നമ്മളുടെ ജീവിതത്തിൽ നൽകുന്ന യും മക്കളെക്കാട് ഇട്ടേച്ച് ഇങ്ങനെയാണ് പോണ യുദ്ധമുഖത്തേക്ക്. തിരിച്ചു വരുന്ന ഒരു ഉറപ്പുമില്ലാതെ, എന്നാ ഭാര്യ മക്കളാരെയും ബേജാറുണ്ടില്ല, പോണോന് ബേജാറുണ്ടില്ല, ആണ് പൂ തന്നെയാണ്. ഒന്നുകിൽ എന്തെങ്കിലും സംഭവിക്കുന്ന ഉറപ്പല്ലേ, ഒരു പ്രശ്നവുമില്ലല്ലോ. ജാബിറിന്റെ വാപ്പ ജാബിർ ബിൻ അബ്ദുൽ ജാബിർ പറയാണ്, വാപ്പ പോകുമ്പോ 9 പെൺമക്കളെ എന്റെ കൂടെ വിട്ടുവെച്ചുകൊണ്ടാ പോയത്. ഞാനിങ്ങനെ യുദ്ധത്തിന് പോവാണ് എന്ന് പറഞ്ഞിട്ടാ പോണ്, ഒരു പേടിയില്ല, ഞാനാണ് പിന്നെ അവരൊക്കെ നോക്കിയത്. അങ്ങനെ അതാണ് ആത്മധൈര്യം. അത് ഈമാൻ നൽകുന്ന ആ പദത്തിൽ നിന്ന് കിട്ടുന്ന അമ്നാണ്, നിർഭയത്വമാണ്. അതാണ് ഒരു ഭാഗം. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്.
രണ്ടാമത്തെ ഭാഗം നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റൊരു ഏരിയ, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നിർഭയത്വം, ഈമാൻ നൽകുന്ന നിർഭയത്വം. അത് അല്ലാഹു അല്ലാത്ത ഒന്നിനെയും വൈബിയായ രീതിയിൽ മറഞ്ഞ വഴിക്ക് ഭയപ്പെടാതെ ജീവിക്കാൻ കഴിയുന്ന ഈമാൻ. ശിർക്ക് വരാതെ നിർഭയത്വം കൊണ്ടു നടക്കുക. നേരത്തെ പറഞ്ഞത് ശിർക്ക് വരുന്ന വിഷയമല്ല, അങ്ങനെയൊക്കെ ഭയം ഉണ്ടാകാം, മനുഷ്യ പ്രകൃതിയുടെ ഭാഗം. പക്ഷെ അത് ഈ മുഅ്മിന് ആശ്വാസം ഉണ്ടാവുന്നു മാത്രം. ഈ പറയുന്ന അതല്ല. അല്ലാഹു അല്ലാത്തവരോട് മറഞ്ഞ വഴിക്കുള്ള ഭയപ്പാട്. അവര് നമ്മളെ ഉപദ്രവിക്കുമോ, അവരേതെങ്കിലും തരത്തിൽ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ ജീവിതത്തിൽ, എങ്ങനെ നമ്മൾക്കറിയില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഓരോ ഇതൊക്കെ വരും എന്ന് പറയുന്ന പേടി. ആ പേടി ഈമാന്റെ ദുർബലതയും ഈമാന്റെ എതിരുമായിട്ട് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ വൈബിയായ രീതിയിൽ മറഞ്ഞ വഴിക്ക് അതിന്റെ ഉപദ്രവം ഉണ്ടാവും എന്ന് പറഞ്ഞ് പേടിക്കുന്ന കുറേ സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ട്. പലതിനെയും പേടിക്കുന്ന പല ആളുകളുമുണ്ട്. ആ പേടിക്കൊന്നും ഒരർത്ഥമില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ ഹൈന്ദവരുടെ ഇടയിലുള്ള ഒരു പേടിയാണിത്. നമ്മുടെ കയ്യിലൊരു പേടിയില്ല, അത് നമ്മളെ ഈമാൻ ഷിർക്കില്ലാത്താണ്. ഷിർക്കുള്ളവർക്ക് പേടി ഉണ്ടാവും. ഹൈന്ദവര് ഈ സർപ്പക്കാവ് കൊണ്ടു നടക്കാറുണ്ട്. സർപ്പക്കാവ് എന്നാണ് അതിന് പറയാം. ആ കാവില് സർപ്പങ്ങൾ ഉണ്ടാവും. സർപ്പങ്ങൾക്ക് അവര് ഈ മുട്ടയും പാലൊക്കെ കൊടുക്കും. അത് വന്ന് കഴിക്കുമായിരിക്കും. അതിന്റെ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തും. എന്തിനാണ് ഈ സർപ്പങ്ങളെ, പാമ്പുകളെ ഇവരിങ്ങനെ മുട്ടയും പാലൊക്കെ കൊടുത്ത് പരിപാലിച്ച്, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ തൊഴുതു വണങ്ങി, പാമ്പാടെ വന്ന് കാണി ഇങ്ങനെ തൊഴുതു വണങ്ങി നിന്ന് ഒക്കെ കാണിക്കുന്ന സംഗതി എന്താ? ഇതിനെ പാമ്പിനോട് ഇതൊക്കെ പാമ്പ് കുത്തിയ ചത്തൂലേ, പിന്നെന്തായി കാണുന്നത്? അവർക്കൊരു വിശ്വാസമുണ്ട് പാമ്പിനെ പറ്റി. സർപ്പദോഷം സംഭവിക്കുമെന്ന, സർപ്പദോഷം എന്ന് അവനെ പറയല്. സർപ്പദോഷം അതെന്താ? അതിനെ പ്രീതിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, അതിൻ്റെ ഇഷ്ടങ്ങൾക്ക് ഇങ്ങനെ വണങ്ങിയും പ്രാർത്ഥിച്ചു നിന്നിട്ടില്ലെങ്കിൽ, അതിന് പാലും മുട്ടൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഏതോ ദോഷം നമ്മൾക്ക് സംഭവിക്കുന്ന. എന്താ സർപ്പത്തിന്റെ ദോഷം? സർപ്പം കുത്തിയ ചത്തുവും പാമ്പ് കുത്തിയ ചത്തുവും ആരും ചത്തുവും. അതല്ല, ആ പേടിയല്ല. ആ പേടി എല്ലാവർക്കും ഉണ്ടാവും, ഏത് മുഅ്മിനും ഉണ്ടാവും. അത് നബിനെ കുത്തിയാലും ഉണ്ടാവും. മനുഷ്യന്മാരെ പാമ്പ് കുത്തിയ വിഷം ഉണ്ടെങ്കിൽ ചത്തുപോവും, ജീവൻ പോവും. ഇതല്ല. അതല്ലാത്ത രീതിയിൽ ഏതോ ഉപദ്രവം വരുത്താൻ സർപ്പങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് അതിന്റെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ഭയം തൗഹീദിനെതിരാണ്, ഈമാനെതിരാണ്. രണ്ടാമത് പറഞ്ഞ കൊത്തിയാൽ ചത്തുപോകുന്നവർക്ക് പാമ്പിങ്ങനെ ഇവരും വണ്ടിയ അത് പ്രശ്നമല്ല. ഒരു കാരണം എന്താണ്? അത് മനുഷ്യ സഹജമായ വികാരമാണ്. അതിൽ ഷിർക്കിന്റെ പ്രശ്നം മറ്റു വേജാറൊന്നുമില്ല. അത് അംഗീകരിക്കപ്പെട്ടാണ്. പേടി ഉണ്ടാവും. ഒരു സിംഹോ പുലിയൊക്കെ ചാടി വരുമ്പോ മൂമിനാറിന് അതിന്റെ മുമ്പ് പോയി നിൽക്കേണ്ട ആവശ്യമില്ല. അത് പുലി പിടിച്ചാൽ നമ്മൾ ചത്തുപോകും, വിശ്വാസികളൊക്കെ ചത്തുപോകും. അതിൽ പ്രശ്നമൊന്നുമല്ല. ആ പേടി ഉണ്ടാവാം. അതല്ലാത്ത രീതിയിൽ സർപ്പത്തിന് നമ്മളെ ഏതെങ്കിലും രൂപത്തിൽ ഉപദ്രവിക്കാൻ കഴിയും എന്ന ഭയാശങ്ക, ഇത് ഗുരുതരമായ വിശ്വാസ പശകാണ്. ഇത് നമ്മളെ ആൾക്കാരുടെ ഇടയിലുണ്ട്. ഇത് ബന്ധുക്കളതാണ്. ഈ ജിന്ന് വർഗത്തെ, പ്രത്യേകിച്ച് പിശാചിനെ പേടിക്കുക എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മളെ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പൊ അത് ഇപ്പൊ നമ്മള് ചില ചർച്ചകളൊക്കെ വരുമ്പോൾ അതിനെ ആശയമായിട്ട് തന്നെ പറയുള്ളൂ ചില ആൾക്കാർ. പിശാച്, ശൈത്താനെ പേടിക്കുക, ജിന്നിനെ പേടിക്കുക എന്നാണ്. ഒരു പേടിയും വേണ്ട. കൃത്യമായിട്ട് പഠിക്കണം നമ്മള്. ജിന്നും പിശാചും നമ്മളെ വൈബിയായ രീതിയിൽ ഉപദ്രവിക്കുമെന്ന് ഭയന്നുകൊണ്ട് ഒരു പേടി നമ്മൾക്ക് ആവശ്യമില്ല. അങ്ങനെ പേടിക്കാൻ പറ്റൂല. പേടിക്കണം എന്ന് ഖുർആനിലും ഇല്ല, ഹദീസിലും ഇല്ല. ചില ആളുകളൊക്കെ വയലറിയുന്നത് മാത്രം. ഖുർആനിലും ഹദീസിലും ഇല്ല പിശാചിനെ പേടിക്കണം. പിശാചിനെ നമ്മൾ പേടിക്കണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതെന്തിനാ അറിയോ?
കരുതിയിരിക്കണം, ജാഗ്രത പുലർത്തണം എന്നുള്ള അർത്ഥമല്ല. പിശാച് നമ്മൾ പഴപ്പിക്കും, അത് പേടിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് ജാഗ്രത വേണമെന്നുള്ള അർത്ഥമില്ല. അല്ല, പേടി, ഭയം, മറഞ്ഞ വഴിക്ക് പിശാച് നമ്മളെ എന്തെങ്കിലുമൊക്കെ കാട്ടി പോകുന്നുള്ള പേടി വേണ്ട. നമ്മളെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കും, അത് കരുതണം. അല്ലാതെ ഏതെങ്കിലും ഉപദ്രവം നമ്മൾക്ക് അറിയാത്ത വിധത്തിൽ ഉണ്ടാക്കി വെക്കും എന്ന പേടി പിശാചിന്റെ കാര്യത്തിൽ വേണ്ട. ജിന്നിന് കഴിയില്ല, പിശാചിനും കഴിയില്ല എന്ന് ഖുർആൻ പറഞ്ഞ. ഖുർആനിൽ എവിടെയും അത് പറയുന്നേ ഇല്ല നമ്മൾ പേടിപ്പിക്കാൻ, നമ്മൾ ആ രീതിയിൽ ഭയപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് എന്താണ്, ഒക്കെ പേടിയാണ് അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴൊക്കെ. ഒരു ഉദാഹരണം, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവും, നമ്മൾ പ്രേതാലയം എന്നതിന് പറയില്ലേ, നമ്മുടെ നാട്ടിലുണ്ടാവും 10, 40, 50 ഒക്കെ വർഷമായിട്ട് ഇങ്ങനെ താമസിക്കാത്ത പുരയിടങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും അവിടെ ജിന്നുബാധ ഉണ്ടെന്നോ അല്ലെങ്കിൽ മറ്റേ ഉണ്ടെന്നോ അതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടായിരിക്കും താമസിക്കാതെ. അങ്ങനത്തെ ഒരു വീടുണ്ട് നിൽക്കുക, ഒരു കാട്ടിൻ്റെ ഉള്ളിൽ. അങ്ങനെയൊക്കെയാണ് പറയല് സാറിന്, അങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കല്. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വീട്. അപ്പൊ ആ വീട്ടിലേക്ക് നമ്മളിങ്ങനെ കയറിച്ചില്ലാണ്. ഒരു തൗഹീദുള്ള മനുഷ്യനും അല്ലാത്തവനും കൂട്ടിക്കോളും, രണ്ടാളെ കൂട്ടിക്കോളും. അങ്ങനെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ പേടി ഉണ്ടാവും. കാരണം 10 100 വർഷമായിട്ട് താമസിക്കാത്തൊരു പുരയിടം. അതിലിങ്ങനെ കയറി ചെല്ലുമ്പോൾ മുന്നിലൊന്നായിട്ട് മാറാല, ഒരു ഭാഗത്ത് എലി ചാടുന്നു, മറ്റേന്ന് പല്ലി ചാടുന്നു, ഇങ്ങേ ഭാഗത്ത് മറ്റേ ഒച്ച കിങ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഒച്ച ഇങ്ങനെ കേൾക്കും, ഒക്കെ ഉണ്ടാവും. 2 തരത്തിൽ അവിടെ പേടി ഉണ്ടാവും. ഒന്ന് അനുവദനീയമായൊരു പേടിയുണ്ട്, ഒന്ന് അല്ലാത്ത പേടിയുണ്ട്. അവിടെ അനുവദനീയമാകാത്തൊരു പേടി. അനുവദനീയമായ പേടി എന്താ അറിയോ, ഇത്തരം സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ പേടി ഉണ്ടാവും എല്ലാവർക്കും. കാരണം എന്താ അറിയോ, അവിടെ പാമ്പുണ്ടാവും, പാമ്പ് പെറ്റിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ മുട്ടിട്ടുണ്ടാവും, പട്ടി വെറ്റിടക്കുന്നുണ്ടാവും. ഇതൊന്നും നമ്മൾ കാണില്ല. കാരണം കുറെ കാലമായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഒഴിഞ്ഞ വീടാണ്. അതിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ പേടി ഉണ്ടാവും. കാരണം എന്തൊക്കെ എവിടെയൊക്കെ കാണൂല, ഒച്ചയും പുളിയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറാലൊക്കെ ചുറ്റി ഇങ്ങനെ കാടുമ്പോൾ എന്തൊക്കെ കൈയോടൊക്കെ മാറ്റി ഇങ്ങനെയാണ് ചെന്നാൽ എവിടെയൊക്കെ എന്തൊക്കെയാന്ന് വരുന്നതെന്ന് അറിയില്ല. ആ പേടി ഉണ്ടാവും, സ്വാഭാവികമാണ്, അതിനൊരു പ്രശ്നമില്ല. അത് ഏത് മൂമിനും ഉണ്ടാകാം. കാരണം അവിടെ എന്തൊക്കെ ചവിട്ടിനോടത്താണെങ്കിൽ ചിലപ്പോൾ പാമ്പിന്റെ മുകളിലാണെങ്കിൽ ചവിട്ടുക, മുട്ടിട്ട് കിടക്കുന്നുണ്ടാവും, നമ്മളറിയില്ല. ഇതൊക്കെ സംഭവിക്കുക, ആ പേടി ഉണ്ടാകാം. എന്നാൽ അതിനുള്ളിൽ ഇങ്ങനെയാണ് കയറി ചെല്ലുമ്പോ ഇവിടെ ജിന്നുണ്ടാകും, പ്രേതമുണ്ടാകും, ചെകുത്താണ്ടാകും, അതൊക്കെ കൂടുകൂട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അതുകൊണ്ടാണ് ചെന്നാൽ ഒരു ഒച്ചങ്ങനെ ഒരു ഇങ്ങനെ ബേജാറായിട്ട് ഒരു മൂളൽ ഒച്ചക്കിനെ കേൾക്കുമ്പോഴത്തേനൊക്കെ ഒരു ബേജാറാണ്ട് ഒരു വിഷയം ഒരു വിശ്വാസിക്കൂല. അതിന് കാരണം എന്താ അറിയോ, അങ്ങനെ ഒന്നില്ല അവിടെ ഉണ്ടെങ്കിലല്ലേ. അങ്ങനെ നമ്മളെ ഭയപ്പെടുത്താനായിട്ട് ഒരു ജിന്നോ ചെകുത്താനോ ഭൂതമോ പ്രേതമോ ഒക്കെ അവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിലല്ലേ. ഇല്ല, നമ്മളെ ഭയപ്പെടുത്താൻ കഴിയില്ല അവർക്കാർക്കും. അങ്ങനെ ഒരു പേടിയേ അല്ല നമുക്ക് പേടി ഉണ്ടാവും. ആദ്യം പറഞ്ഞ വിഷയത്തിലൊക്കെ അത് ആർക്കും പേടി ഉണ്ടാവും. പാമ്പും തേളൊക്കെ ഉണ്ടായ പേടി ഉണ്ടാവുമല്ലോ, ആ പേടി. അതല്ലാത്തൊരു പേടി ആ വിഷയത്തിൽ വേണ്ട. ഇവിടെ നമ്മളെ ആളുകളുടെ ഇടയിൽ ഇപ്പൊ പ്രചരിപ്പിക്കുന്നത് പിശാചിനെ പേടിക്കണം, അത് ഉപദ്രവിക്കുന്ന പേടിയല്ല, വഴി തെറ്റിക്കുന്ന പേടി. ആ പേടിയല്ല പറയുന്നത്. അല്ലാത്ത അലക്ക് പിശാച് നമ്മളെന്തൊക്കെയോ കാണിക്കുന്നുള്ള പേടി വേണട്ടോന്നാ. ഇങ്ങോട്ട് പിശാചിനെ പേടിച്ചിങ്ങനെ നടക്കുക മനുഷ്യന്മാര്. ഉറക്കത്തിൽ കാണുക, ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നാൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നാണോ ചെലുത്താനാണോ എന്നുള്ള പേടി. ഈ ഒച്ച ഉണ്ടാക്കുന്ന പണിയല്ല ജിന്നും ചെലുത്താൻ. അവിടെയും ഇവിടെയും വന്ന് കൊട്ടി വാതിൽക്കൽ മുട്ടിയിട്ടൊക്കെ ഒച്ച ഉണ്ടാക്കുന്ന പണിയൊന്നും ജിന്നിനും ചെലുത്താനും ഇല്ല. ജിന്നിനും ചെലുത്താനുള്ള നമ്മളെ ദേഹത്ത് ചെയ്യാൻ കഴിയുന്ന പണി എന്താ അറിയങ്ങള്, മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തും. ആ ദുർബോധനം നടത്താൻ കഴിയുന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെന്തിനാ പേടിക്കണേ? പിന്നെ നമ്മളെ മനസ്സിൽ ദുർബോധനം നടത്താൻ കഴിയുന്നല്ലാത്ത വേറെ ഒന്നും അതിന് കഴിയില്ല. ഇനി ഖുർആൻ തന്നെ പറയുന്നു, പിശാച് പരലോകത്ത് പറയുന്നതാണ്, ഇനി ഇതാഴുത്തുക്കും ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങളെ ഉത്തരം ചെയ്തു, ഫലാ തെലൂമു, ഇന്നങ്ങളെ വിമർശിക്കണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ തന്നെ പറ്റി പറഞ്ഞാൽ മതി, നിങ്ങൾ ചെയ്തതല്ലേ, ഇന്നെന്തിനാ പറയണത്? ആരാ പറയുന്ന കാര്യങ്ങള്? പിശാച് പരലോകത്ത് പറയണ. ഞങ്ങളെ മനസ്സിൽ വസ്വാസം ഉണ്ടാക്കി ഇങ്ങനെ ക്ഷണിച്ചു, നിങ്ങളത് സ്വീകരിച്ചു. അതിന് എന്നെ കുറ്റം പറയണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി. എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താനാവില്ല, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താനാവില്ല. നമ്മൾ 2 കൂട്ടരും തുല്യരായിട്ട് നരകത്ത് പോവാണെന്നാ. പിശാച് നരകത്തിന് എല്ലാവരും പോലും ഇതാണ് ഇപ്പൊ ഉണ്ടായത് കേട്ടോ, ഇന്നെ പറയണ്ട കേട്ടോ, അത് പറയും. പിന്നെന്തിനാ നമ്മൾ പിശാചിനെ കഴിയില്ല പറഞ്ഞാൽ പിന്നെന്തിനാ നമ്മൾ കഴിയുന്നു പറയുന്നത്?
ആ പിശാചിന് ഇല്ലാത്ത കഴിവുകളും യോഗ്യതകളും ഒക്കെ ആരോപിച്ച് വിശ്വാസികളുടെ മനസ്സിൽ ഭയം നിറക്കുന്നു. അങ്ങനെ ഭയം നിറക്കേണ്ട ആവശ്യമില്ല. പിശാചിന് മനസ്സിൽ വസ്വാസം ഉണ്ടാക്കാൻ കഴിയും. നമ്മളെ സ്വർഗത്തേക്ക് കൊണ്ടുകൊടുത്ത് നരകത്തേക്കുള്ള വഴിക്ക് എത്തി. ഇപ്പൊ ഖുർആൻ ക്ലാസ് ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ ഉപരി കൊടുക്കൊന്നും വരണ്ട, അവിടെ എവിടെയെങ്കിലും നിന്നാൽ മതി. നിന്നിട്ട് ഇങ്ങനെ റിമോട്ട് കൊണ്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ അവിടെ നിന്നാണ്ട് റിമോട്ടായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യും. എന്താ വർക്ക് ചെയ്യുന്നത്? എന്താപ്പാ ക്ലാസ് കേട്ടിട്ട് വെറുതെ ഇരുന്ന് സുഖമായിട്ട് ഉറങ്ങണ നേരെ സുബൈക്ക് ശേഷം അത് വെറുതെ നഷ്ടപ്പെടുന്നു. അത് ഇങ്ങനെ തോന്നിപ്പിച്ച് നമ്മളിങ്ങനെ നീച്ചു പിന്നെ അടുത്ത ആഴ്ച ചെയ്താൽ ഇനി വരണ്ട, സുഖമായിട്ട് ഉറങ്ങും. അതല്ലാതെ നമ്മൾ ക്ലാസ്സിന് ഇങ്ങനെ വരുമ്പോൾ ബൈക്കും അങ്ങനെ വരുമ്പോൾ ബൈക്ക് ഓഫ് ആക്കൂല വന്നിട്ട് പിശാച്. അതിന് പിശാചിന് കഴിയില്ല. അതിൽ പെട്രോൾ ഊറ്റിക്കൊണ്ടുപോകില്ല, അതിന് കഴിയില്ല. നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തി നമ്മളേതെങ്കിലും ചാലിലേക്ക് ചാടിച്ച് നമ്മളെ ക്ലാസ് മുടക്കൂല. ഇതിനൊന്നും പിശാചിന് കഴിയില്ല. പിന്നെ എന്താ കഴിയുക? മനസ്സിൽ വസ്വാസം ഉണ്ടാക്കാം. പിന്നെ നമ്മളതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിശാചിനെ പേടിക്കുക എന്ന് പറഞ്ഞിട്ട് അർത്ഥത്തിലൊരു പേടിയില്ല. ഈ പഴപ്പിക്കുന്നുള്ളൊരു പേടി വേണം. അതിന് പേടി നമ്മൾ മലയാളത്തിൽ പറയുന്നേ ഉള്ളൂ. നമ്മളെ പഴപ്പിച്ചോളല്ലോ എന്നുള്ള ഒരു ജാഗ്രത അത് ഉണ്ടാവുള്ളൂ. അതല്ലാത്ത രീതിയില്ല. അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറയുന്നത്? ഈ ഭയപ്പാട് ശിർക്ക് കലർന്ന ഭയമാണ്. അപ്പൊ എന്തുകൊണ്ടാ പറയുന്നത്? ഈമാൻ ശരിക്കുള്ള മനുഷ്യന് ഈ ഭയം ഉണ്ടാവില്ല. ഈ ഭയം ഉണ്ടാവില്ല. ഹൂദ് നബി അലൈഹി ഇസ്ലാമിയോട് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞ ഒരു ഭയത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. അത് നമ്മളൊന്ന് പഠിച്ചു നോക്കേണ്ടതാണ്. ഹൂദിന് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. ഇന്നഖൂലു ഇല്ലഅ്തറാക ബഅദു ആലിഹത്തിനാ ബിസൂഇൻ. അവർ പറഞ്ഞു, ഹൂദ് നബിയോട് ജനങ്ങൾ പറയാം, ഹൂദ നീ ഈ പറയുന്ന ഈ സംഗതികളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഈ പറ്റിയ ഈ സംഗതി ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാക്കുന്ന നാട്ടിൽ വന്നിട്ട്. കാരണം ദൈവത്തെ അടുത്തല്ലേ പ്രശ്നം ഉണ്ടാകുകയാണ്. ഇതൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ഏതോ ദൈവങ്ങളുടെ കുരുത്തക്കേട് നിനക്ക് പറ്റിയിട്ടുണ്ട് എന്നാ. എന്തോ നിനക്ക് പറ്റിയിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭവിക്കണമൊക്കെ. ഞങ്ങളുടെ ദൈവങ്ങളുടെ ആരുടെയോ കുരുത്തക്കേട് നിനക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ അതിനെ പേടിക്കുക. അപ്പൊ പേടിയാണ് ഒരിക്കൽ ദൈവങ്ങളെ കുരുത്തക്കേട് പറ്റും, മറ്റേ തങ്ങളെ കുരുത്തക്കേട് പറ്റും, മറ്റേ ഹോജന്റെ പറ്റും. ആ ജാറത്തിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ അതിൽ പൈസ ഇടാതെ മൈൻഡ് ചെയ്യാതാണ് പോയാൽ യാത്രയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ പേടി. ഇങ്ങനെ ഒരു പേടിയില്ല. തൗഹീദുള്ള ഒരു മനുഷ്യൻ അള്ളാഹിനെ കാവലാക്കി പോണതാണ്, അള്ളാഹുവിനെ തവക്കുലാക്കി പോകുന്നതാണ്. ഒരു പേടിന്റെ പ്രശ്നമല്ല. ഹൂദ് നബിയോട് ജനങ്ങൾ പറഞ്ഞു, എനിക്ക് എന്തോ ഞങ്ങളെ ദൈവങ്ങളൊക്കെ ഞങ്ങൾ നേർച്ചക്കാരൊക്കെ കുരുത്തക്കേട് എനിക്ക് പറ്റിയിട്ടുണ്ടോ, അതിന്റെ കുഴപ്പമാണ്, എനിക്ക് അല്ലാതെ വേറൊന്നും അല്ല എന്ന് പേടിപ്പിച്ചു. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ കാല ഇന്നി ഉഷ്ഹിദുല്ലാഹ് വഷ്ഹിദു അന്നി ബരീ മിമ്മാ തുശ്രികൂൻ. ഞാൻ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളും സാക്ഷിയായിക്കോളൂ. അന്നി ബരീ മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ എന്തിനൊക്കെയാണ് അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർക്കുന്നത്, ഈ ആലിഹത്തുകളൊക്കെ ഉണ്ടല്ലോ, ഈ നേർച്ചക്കാരും മറ്റൊക്കെ, അതിൽ നിന്നെല്ലാം പരിപൂർണമായിട്ട് ഞാൻ മുക്തനാണ്. എനിക്കൊരു പേടിയില്ല അതിനൊന്നും. നിങ്ങൾ അതിന് പറഞ്ഞെന്നെ പേടിപ്പിക്കണ്ട, ഞാൻ അതുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പറയുന്നു. അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തി പറയുന്നു, നിങ്ങളും സാക്ഷികളായിക്കൊള്ളുക, എനിക്കൊരു പേടിയില്ല. നിങ്ങളുടെ അടുത്ത വാക്ക് എന്താ അറിയങ്ങള്? ഫക്കീദൂനി ജമിഅൻ സുമ്മ ലാ തുൻദിറൂൻ. നിങ്ങൾ എല്ലാവരും കൂടി എനിക്കെതിരുള്ള എല്ലാ ഭയപ്പെടുത്തലും പേടിയുണ്ട് ഒരുക്കിക്കോളി, എല്ലാ തന്ത്രവും ഒരുക്കിക്കോളി. സുമ്മ ലാ തുൻദിറൂൻ, സാവകാശം വേണ്ട, ഇപ്പൊ തന്നെ വരട്ടെ. നിങ്ങൾ ഈ കുരുത്തക്കേടും ഭയപ്പെടുത്തലൊക്കെ നടത്തുന്നവരുണ്ടല്ലോ, എനിക്കൊരു ബേജാറുമില്ല, നിങ്ങൾ പറഞ്ഞു ഇപ്പൊ തന്നെ വരട്ടെ. ഫക്കീദൂനി ജമിഅൻ, എനിക്കെതിരുള്ള എല്ലാ കുതന്ത്രവും നിങ്ങൾ ആവിഷ്കരിച്ചോളൂ. ഫലാ തുൻദിറൂൻ, നിങ്ങൾ ഒരിക്കലും സാവകാശം നൽകണ്ട. ഇന്നി തവക്കൽതു അലല്ലാഹ്, കാരണം ഞാൻ അല്ലാഹുവിൽ തവക്കുലാക്കിയിരിക്കുന്നു. ഇന്നി തവക്കൽതു അലല്ലാഹ് റബ്ബി വറബ്ബുക്കും. ആരാണ് അല്ലാഹു? അവൻ എന്റെ രക്ഷകനാണ്, നിങ്ങളുടെയും രക്ഷകനാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ രക്ഷിതാവും രക്ഷകനും പരിപാലകനുമായ റബ്ബിനെ തവക്കുലാക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾ അത് പറഞ്ഞെന്നെ പേടിപ്പിക്കണ്ടാണ്. ആ റബ്ബാണ് എന്റെ കാവൽക്കാരൻ. നിങ്ങൾ ഈ പറയുന്ന കുരുത്തക്കോട് പൊരുത്തക്കോട് എനിക്ക് പേടിയല്ല, നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട. മാ മിൻ ദാബത്തിൻ ഇല്ലാ ആഖിദുൻ ബിനാസിയതിഹാ. ആ റബ്ബ്
ഏതൊരു ജീവി ഉണ്ടോ അതിൻ്റെ ഒക്കെ നിയന്ത്രണം, മൂർധാവ് അവന്റെ കയ്യിലാണുള്ളത്. ആ പടച്ചോനെ വിശ്വസിച്ച് ഞാൻ നടക്കുന്നു, പിന്നെ അതിനെ പറഞ്ഞ് നിങ്ങളിനെ പേടിപ്പിക്കാൻ നിൽക്കണ്ടാണ്. നിങ്ങൾക്ക് എത്ര യുക്തിന്യായ പറയുന്നവർ. നിങ്ങൾ എന്തിനൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടോ അതിന്റെ കടിഞ്ഞാണ് ആരെ കയ്യിലുള്ളത്? അള്ളാഹുവിന്റെ കയ്യിലുള്ളത്. ആ അള്ളാഹുവിനെ പേടിച്ച് വിശ്വസിച്ചാൽ ഞാൻ നടക്കുന്നത്, പിന്നെ നിങ്ങൾ അതിനെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. വല്ലതും വരാണ്ട് ഇപ്പൊ തന്നെ വന്നോട്ടെ, ഫലാ തുൻദിറൂൻ, നീട്ടി വെക്കണ്ട, ഇപ്പൊ തന്നെ വന്നോട്ടെ. ഇന്ന റബ്ബി അലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ റബ്ബ് ഏറ്റവും നേരായ വഴിക്കാണുള്ളത്, നേർരേഖയിലാണുള്ളത്, ആ വഴിക്കാണ് ഞാൻ പോകുന്നത്, എന്നെ പേടിപ്പിക്കണ്ട. അപ്പൊ ഈ ഭയം, അമ്ന്, നിർഭയത്വം എന്നുള്ളതിനെതിരാണ്. ഇത് ശിർക്ക് അറിയുന്ന ഭയം. ആദ്യം പോകുന്ന ശിർക്കല്ല, ഒരു ആത്മധൈര്യത്തിന്റെ ഭാഗമാണ്. രണ്ടാമത് ഈ പറഞ്ഞ ഭയം ഈമാനുള്ള ആളുകൾക്ക് ഉണ്ടായിക്കൂടാ. കാരണം അതിനൊന്നും പേടിക്കാതെയാണ് ജീവിക്കേണ്ടത്. എയിലെ പോയാലും പടച്ചോന്റെ കാവലുണ്ടാവുമെന്ന വിശ്വാസം. ഈ ഇബ്രാഹിം നബിന്റെ കാലത്ത് അദ്ദേഹത്തെ ജനങ്ങള് ഭയപ്പെടുത്തിയ ഒരു സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹം ശരിക്കും നേരെ അറ്റാക്ക് നടത്തിയ നബിയാണ്. അപ്പൊ ആളുകൾ അദ്ദേഹത്തെ പേടിപ്പിച്ചു, ഇബ്രാഹിം നബിയെ പേടിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അവരോട് ചോദിക്കുന്ന ചോദ്യം, നമ്മൾ രണ്ട് കക്ഷികളാണ്. നിങ്ങൾ അള്ളാഹു ഒരു രേഖയും ആധികാരിക തെളിവും ഇറക്കിയിട്ടില്ലാത്തതിനെ പേടിക്കുന്ന ആളുകൾ, പങ്കുചേർത്തിയ ആളുകൾ. ഞാൻ അതിലൊന്നും പങ്കുചേർക്കാത്ത ആള്. ഞാൻ എങ്ങനെ നിങ്ങൾ ഈ പങ്കുചേർക്കുന്നത് പേടിക്കുക? പിന്നെ നിങ്ങൾ എന്താ എന്നോട് പറയും? നിങ്ങൾ ഈ പടച്ചോന്റെ കൂടെ ഓരോന്നിനെ ചേർക്കുക, നിങ്ങൾ അതിനൊക്കെ ഞാൻ പേടിക്കണമെന്ന്. അപ്പൊ കൈഫ ഖാഫ്, ഞാൻ എങ്ങനെ അത് ഭയപ്പെടുക? എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കി നിങ്ങൾ, ഈ രണ്ട് കക്ഷികളിൽ ഒന്ന് ഞാനും ഒന്ന് നിങ്ങളും. ഈ രണ്ട് കക്ഷികളിൽ നിർഭയത്വം, അതാണ് അമ്ന്, ഈമാൻ. ആ നിർഭയത്വം അവകാശപ്പെടാൻ ആർക്കാ കഴിയാ? എനിക്ക് അള്ളാനെ മാത്രം പേടിച്ചാൽ മതി, നിങ്ങൾക്ക് ഈ കണ്ടു കാണപ്പെട്ടതിനെ മുഴുവൻ പേടിച്ച് നടക്കണം, എങ്ങോട്ട് തിരിഞ്ഞാലും കുരുത്തക്കേടും. ആർക്കതിൽ നിർഭയത്വം ഉണ്ടാവുക? ഞാനാണ് നിർഭയനാകാൻ അർഹൻ, നിങ്ങൾക്ക് ആർക്കും അതിന് അർഹതല്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അള്ളാഹു അതിൽ പറയുന്ന അതിന്റെ ബാക്കി എന്താ? അല്ലദീന ആമനു, അതിന്റെ വിധി അല്ല പറയാം. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. അല്ലദീന ആമനു, മുഅ്മിനുകളായ ആളുകൾ. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, അവരുടെ ഈമാനിൽ ഷിർക്ക് കലരാത്ത, ദുൽമറ ഷിർക്ക്, ഇന്ന ഷിർക ലദുൽമുൻ അളീം, ഷിർക്ക് കലരാത്ത ഈമാനുള്ള ആളുകൾ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്തുള്ളത്, അവരാണ് സന്മാർഗത്തിലുള്ളത്. വ്യക്തമാണ്. ഷിർക്ക് കലരാത്ത ഈമാണ്ടെങ്കിൽ നല്ല നിർഭയത്വം ഉണ്ടാവും. ഒരു പേടി, ഒരു ജിന്നിനെയും ചെലുത്താനും ഒരു കുരുത്തക്കേടും ഒന്നും പേടിക്കാതെ ധൈര്യമായിട്ട് നടക്കാം. അതില്ലാത്ത ആളുകൾക്ക് എന്തിനേയും ഏതിനേയും ഒക്കെ പേടിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ, ഡസൻ കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ വീടുണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ പല ആളുകളും ചെയ്യുന്നൊരു പണിയുണ്ട്. അതിന്റെ മുമ്പില് കരിങ്കണ്ണ നോക്കുന്നുണ്ട് ബോർഡ് വെക്കും. ഒരു പലക കൊണ്ട് എഴുതി വെക്കും, ഒരു പലകന്റെ മുകളിൽ ചോക്ക് കൊണ്ട് എഴുതി വെക്കും, കരിക്കട്ട കൊണ്ട് എഴുതി വെക്കും, ഒക്കെ എഴുതി വെക്കും. അല്ലെങ്കിൽ ഒരു മരം കൊണ്ട് ചെത്തിക്കൂർപ്പിച്ച ഒരു മനുഷ്യക്കോല ഉണ്ടാക്കി തുണിയൊന്നും കൊടുക്കാതെ തൂക്കി അടങ്ങിയിട്ടുണ്ടാവും മുന്നില്, വീടിന് മുന്നിൽ. കൃഷിയാണെങ്കിൽ അതിന്റെ മുമ്പില് കൃഷി ഉഷാറായി വരികയാണെങ്കിൽ, പടവലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ ഉഷാറായിട്ട് ഇങ്ങനെ തഴുത്ത് വളർന്നിങ്ങനെ വരികയാണെങ്കിൽ കണ്ണീർ തട്ടുന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഒരു കലത്തിന്റെ മുകളിൽ 100 പുള്ളി ഇങ്ങനെ കുത്തിക്കാണ്ട്, 100 കൊണ്ട് ഇങ്ങനെ പുള്ളി കുത്തിക്കാണ്ട് അവിടെ കൊണ്ട് കോൽമ കുത്തി വെക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഴയ കുപ്പായും സൗസറൊക്കെ കൊടുത്താണ്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ച് തുരുമ്പൊക്കെ കുത്തി അയച്ച്, വൈക്കോൽ തുരുമ്പൊക്കെ കുത്തി അരച്ച് ഒരു കോലക്ക് നടുകൂടെ കയറ്റി കൊടുത്തുകാണ്ട് വരമ്പത്തട കൊണ്ടേക്കും.
ഇതൊക്കെ എന്താ അറിയാം നിങ്ങൾ? ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ. ഒന്ന് രണ്ട് ഉദാഹരണം നമ്മൾ സാധാരണ കണ്ടു പറഞ്ഞ പാടത്തിന്റെ വരമ്പത്ത് തൊടുവിലൊക്കെ കൊണ്ടേക്കും. എന്നിട്ട് എന്തിനാ അത് വെക്കുന്നത്? ഇത് ഈ കരിങ്കണ്ണ നോക്ക് എന്നൊക്കെ എഴുതി വെച്ചാൽ, അങ്ങനെ ഒരു ബോർഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയില്ല, കാവലായി. ആരാ കാവൽ നിർത്തുന്നത്? ഈ മരം കൊണ്ടുണ്ടാക്കി ചെത്തിക്കുറിപ്പിച്ച് വെച്ചേ ആ മനുഷ്യന്റെ കോലം, അല്ലെങ്കിൽ വൈക്കോൽ തുരുമ്പ് നിറച്ച്, അതാണ് ഇപ്പൊ ഈ കാവലിക്കുന്നത്. നമ്മളെ മനുഷ്യന്മാർക്കൊക്കെ കാവലിക്കാണ്. വലിയ വലിയ കെട്ടിടത്തിനൊക്കെ നല്ല കാട്ടുകല്ല് വെട്ടിക്കൊണ്ടുവന്ന് നല്ല തറയിട്ട് കോടികൾ മുടക്കി ഉണ്ടാക്കുന്ന കെട്ടിടത്തിന് പിന്നെ കാവലാരെ അറിയോ? ഈ വൈക്കോൽ തുരുമ്പ് ഉണ്ടാക്കിയ മനുഷ്യക്കോലം. നിങ്ങൾ നോക്കി മനുഷ്യന്റെ അങ്ങനെ ഒരു ഭയാശങ്കന്റെ പ്രശ്നമേ ഇല്ല, ഒരു ഭയവും ഇല്ല ഇത്. അങ്ങനെ ആരെ കേടും നമുക്ക് പറ്റൂല, ഒന്നും നമ്മൾ കേൾക്കൂല. കാരണം എന്താ? നമ്മൾ അള്ളാഹുൽ ഈമാൻ കൊള്ളുന്ന ആളുകളാണ്. അതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. ആ ഈമാനാണ് ശക്തമായിട്ട് നിലനിൽക്കേണ്ടത്. ഇങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാം. ഈമാൻ ഷിർക്ക് കലരാതിരിക്കാനാണ് നോക്കേണ്ടത്. സൂചിപ്പിക്കുന്നത് ഇതാണ്, ഈമാൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിർഭയത്വം നൽകുന്ന ഒരു കാര്യമാണ്. അള്ളാഹുള്ള വിശ്വാസം നമ്മൾക്ക് നിർഭയത്വം നൽകും. ആ ഈമാന്റെ മാധുര്യം അനുഭവിക്കണമെങ്കിൽ ആ നിർഭയത്വം നമ്മൾക്ക് ആവശ്യമുണ്ട്. രണ്ട് തരത്തിലുള്ള നിർഭയത്വത്തോടെ പറഞ്ഞത്, ഒന്ന് സാധാരണ ജീവിതത്തിൽ പേടിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് പേടിണ്ടായാലും ശിർക്കൊന്നും വരൂല. പക്ഷെ അതിലും ഒരു ആത്മധൈര്യവും ഒരു ആത്മവിശ്വാസം നമ്മൾ കിട്ടുന്നത് ഈമാൻ ഉണ്ടാവും. രണ്ടാമത്തത് ഷിർക്ക് കലർന്ന പേടിയാണ്. ജിന്നിനെ പേടിക്കുക, ചെറുത്താനെ പേടിക്കുക, കൂടോത്രത്തെ പേടിക്കുക, ഏതെങ്കിലും ഒരു മൂലയിൽ ഏതെങ്കിലും കോഴിമുട്ടയുടെ പുറത്ത് അല്ലെങ്കിൽ ഒരു കരിക്കിന്റെ പുറത്ത് കള്ളിയും കളമൊക്കെ വരച്ച് അതിന്മേലെ അറബി അക്ഷരങ്ങൾ തല കീഴായി നേരായൊക്കെ എഴുതി അവിടെ ഇവിടെയൊക്കെ മന്ത്രിച്ചു ഊതിയൊക്കെ നാൽക്കവലകളിൽ കൊണ്ടുപോയി വെച്ചാൽ അത് ഏതെങ്കിലും തരത്തിൽ നമ്മൾക്കറിയാത്ത വിധത്തിൽ അതിനെ സംബന്ധിച്ച് പോലും അറിയാത്ത ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഉപദ്രവം ചെയ്യുമെന്നുള്ള ആ മൂഢവിശ്വാസം ഉണ്ടല്ലോ, ആ മൂഢവിശ്വാസം തൗഹീദിനെതിരാണ്, ഈമാനെതിരാണ്. ഈമാനുള്ള ഒരാൾക്കാർ പേടില്ല. ഇപ്പൊ നമ്മള് കോഴിമുട്ടന്റെ പുറത്തോ ഒരു കരിക്കിന്റെ പുറത്തോ കള്ളിയും കളമൊക്കെ വരച്ച് ചിത്രമൊക്കെ വരച്ച് ഇങ്ങനെ നാൽക്കാവലി കൊണ്ടുവച്ചാൽ അവിടെ കിടക്കും. കോഴിമുട്ടാണെങ്കിൽ എടുത്ത് ആംപ്ലേറ്റ് അടിച്ച് തിന്നല്ല എന്താ, കരിക്കാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടെങ്കിൽ എടുത്ത് കുടിച്ചു പോവാന്നല്ല എന്താ, ഒന്നുമില്ല. ആർക്കും ഒന്നും ചെയ്യാൻ ആ കോഴിമുട്ടക്ക് കഴിയില്ല, ആ കരിക്കിനും കഴിയില്ല. കോഴിമുട്ടക്ക് എന്താണോ കഴിയുക അതൊക്കെ അതിന് കഴിയും, അല്ല വേറൊന്നും കഴിയില്ല. കോഴിമുട്ടക്ക് ഒരാൾ ഉപദ്രവിക്കാൻ കഴിയില്ല. കരിക്കിന് എന്താ കഴിയുക, അതുകൊണ്ട് കഴിയും, വേറൊന്നും കഴിയില്ല. അപ്പൊ ഇങ്ങനെയാണ് അമ്ന് നിർഭയത്വം ഉണ്ടാണ്ട്. ആ നിർഭയത്വമാണ് ഈമാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അള്ളാഹുള്ള വിശ്വാസത്തിൽ പരമപ്രധാനമായ ഒരു ഭാഗമാണ് നമ്മൾ ആ പറഞ്ഞത്. നിർഭയനായിട്ട് ജീവിക്കാൻ ഈമാൻ നൽകുന്ന അമ്ന്, നിർഭയത്വം ഏറ്റവും പ്രധാനമാണ്. അതൊരു വിശ്വാസി അനുഭവിക്കുന്ന മനസ്സുഖമാണ്, സമാധാനമാണ്. ആ ഈമാന്റെ മാധുര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒന്നിനെയും പേടിക്കാതെ ഭൂമിയിൽ ധൈര്യമായിട്ട് ജീവിച്ചു തീർക്കാൻ കഴിയും. അത് ഈമാൻ നൽകുന്ന ഒരനുഗ്രഹമാണ്. ആ ഈമാനാണ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടത്. അതിന് അള്ളാഹുവിനോട് അത്തരമൊരു ശക്തമായ ഈമാനു വേണ്ടി പ്രാർത്ഥിക്കുക. പടച്ചവൻ അതിന് നമുക്കൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.